എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ഓണസദ്യ വിഭവത്തിലെ 9ാമത്തെ വിഭവമാണ് കാണിക്കാൻ പോകുന്നത്. ഇതുവരെയുള്ള വിഭവങ്ങൾ കണ്ടിട്ടില്ലാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. ഇന്നൊരു മുട്ട അവിയലാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് പൊട്ടറ്റോ അരിഞ്ഞത് ഇട്ടിട്ടുണ്ട്. പിന്നെ ക്യാരറ്റ് അരിഞ്ഞത്, ഒരു പൊട്ടറ്റോ ഒരു ക്യാരറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 4 പച്ചമുളക് അരിഞ്ഞതും കൂടി വെള്ളം ഒഴിച്ച്, ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് അടച്ചു വെച്ച് വേവിക്കേണ്ടതാണ്. പച്ചക്കറി വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് അതിന് വേണ്ടിയുള്ള അരപ്പ് തയ്യാറാക്കാം. അരപ്പിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് തേങ്ങയും നല്ല ജീരകവും 5-6 ചുവന്നുള്ളിയുമാണ്. അത് മിക്സിക്കകത്തിട്ട് ക്രഷ് ചെയ്തെടുത്താൽ മതി. കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട് ഞാൻ. അത് ക്രഷ് ചെയ്യാൻ മാത്രം, അരച്ചെടുക്കണ്ട. ക്രഷ് ചെയ്തതിന് ശേഷം ഈ പച്ചക്കറി വെന്ത് കഴിഞ്ഞാൽ അതിൻ്റെ മീതെ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്ത് ആവിയിൽ ആദ്യം വേവിച്ചെടുക്കണം. അതിന് ശേഷം വേണം നമ്മളത് ഇളക്കാനായിട്ട്. കുറച്ച് ഒരു 5 മിനിറ്റ് ഇരുന്നതിന് ശേഷം അത് തുറന്ന് നന്നായി ഇളക്കി കൊടുക്കുക. ഈ സമയം ഉപ്പ് ഇനി ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിലേക്ക് ഒരു തണ്ട് വേപ്പിലയും പുഴുങ്ങിയതിന് ശേഷം മുറിച്ചെടുത്തിട്ടുള്ള മുട്ട ആണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്താൽ നമുക്ക് കറി നന്നായി ഇളക്കി കൊടുക്കാം. ഈ കറി ഇളക്കിയതിന് ശേഷം അത് വാങ്ങി വയ്ക്കാവുന്നതാണ്. ഈ വിഭവം നമുക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. വെജിറ്റബിൾ ഡിഷ് ഇഷ്ടപ്പെടാത്തവർക്ക് വേണ്ടി എൻ്റെ ഈ ഡിഷ് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യാണ്. ഈ ഓണത്തിന് എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കേണ്ടതാണ്. താങ്ക് യു വെരി മച്ച്.